സയ്യിദു ആയത്തുൽ ഖുർആൻ ആയത്തുൽ കുർസി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു പരിശുദ്ധമായ ഖുർആനിൽ 6666 ആയത്തുകളാണ്. 114 സൂറത്തുകളിലായി 6666 ആയത്തുകൾ. ഈ ആയത്തുകൾക്കുള്ള പ്രസിഡന്റാണ്, സയ്യിദാണ്, നേതാവാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഈ ആയത്ത്. അതായത് ഒരുപാട് പ്രത്യേകതകൾ ഞാൻ മുതൽ നാം ഇങ്ങനെ പറയുന്ന ഈ ആയത്താണ് ഖുർആനിലുള്ള ആയത്തുകളുടെ ക്യാപ്റ്റൻ. സയ്യിദു റഈസു ആയിൽ ഖുർആൻ, ഖുർആനിലുള്ള ആയത്തുകളുടെ പ്രസിഡന്റ് അത് ആയത്തുൽ കുർസിയാണ്. കാരണം അത്രയും വലിയ മഹത്വങ്ങൾ പറഞ്ഞതാണ്. മഹാനായ സയ്യിദുന ഉബയ്യ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അയ്യു ആയത്തിൻ അഅ്ളമു ഇൻദക മിനൽ ഖുർആൻ. ഓ ഉബയ്യ, നിന്റെ അടുത്ത് ഖുർആനിലുള്ള ആയത്തുകളിൽ വെച്ച് ഏറ്റവും അഅ്ളമായ ആയത്ത് ഏതാണെന്ന് ചോദിച്ചു. ഏറ്റവും വണ്ണമായ മഹത്വമുള്ള ആയത്ത് ഏതാണ് ഉബയ്യ? മഹാനായ ഉബയ്യ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹും റസൂലും ആണ് ഏറ്റവും അറിയുന്നവൻ എന്ന ആ മറുപടി മഹാനായ ഉബയ്യ തങ്ങൾ കൊടുത്തപ്പോ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും ചോദിച്ചു, അൽ തദ്രിയാ ഉബയ്യ, ഉബയ്യ നിനക്ക് അറിയില്ലേ ചോദിച്ചു. അപ്പൊ ചിലപ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നത് സ്വഹാബത്തിന്റെ ഭാഗത്തിൽ നിന്നൊരു മറുപടി കിട്ടാനായി. കാരണം ശിഷ്യന്മാരുണ്ട്, മദ്രസയിൽ ഇങ്ങനെ ഉസ്താദ്മാർ ചോദിക്കുമ്പോ കുട്ടികൾ മറുപടി പറയുമ്പോൾ ഉസ്താദിന് ഒരു സന്തോഷമാണ്. ഉസ്താദിന് മറുപടി അറിയാത്തത് കൊണ്ടല്ല, ഉസ്താദിനറിയാം. എന്നിട്ടും ആ മക്കളെ വായിൽ നിന്നിരുന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെയും ചോദിച്ചപ്പോ ഉബയ്യ തങ്ങൾക്ക് മനസ്സിലായി, ഞാനിത് മറുപടി പറയാനാണ് റസൂൽ എന്നോട് ചോദിക്കേണ്ടത്. അപ്പൊ മഹാനായ ഉബയ്യ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, എന്താ? ആയത്തുൽ കുർസി യാ റസൂലല്ലാഹ്, എന്റെ അടുത്ത് ഖുർആനിലുള്ള ആയത്തുകളിൽ വെച്ച് ഏറ്റവും അർഹമായ ആയത്ത് ആയത്തുൽ കുർസിയാണെന്ന് പറഞ്ഞപ്പോ റസൂൽ എന്ത് ചെയ്തറിയോ? ഫളറബഹു അലാ സദരി, അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ നെഞ്ചിന്റെ മേലിൽ റസൂലുള്ളാഹി തങ്ങൾ ഒരു ഷഹബാസ് എന്ന് പറയും അല്ലെ, ഒരു മറുപടി പറഞ്ഞാൽ ഒരു അടിയടിക്കണ്ട, അടിക്കാൻ വല്ലാതടിക്കാൻ നെഞ്ഞിലൊന്നും ഊഞ്ഞിക്കൊടുത്തുന്ന റസൂലുള്ളാഹി തങ്ങൾ സന്തോഷത്തോട് ഊഞ്ഞിക്കൊടുക്കുക. ഇതിനാണ് വാന്മാർക്ക് കുമ്പതാണെടുത്ത് പറയാതെ വേദാണെന്ന് പറഞ്ഞാൽ നല്ല ശരിയാറോ പറഞ്ഞിട്ട് വെച്ചടി പുറത്തേക്ക് പറയാം. അടി കിട്ടിയാൽ ഭയങ്കര സന്തോഷം. അടിച്ചിന് വന്നിട്ട് ആരും ബേജാർ പറയില്ല, എന്റെ പുറത്തേക്ക് വന്ന് തട്ടിട്ടല്ലോ വിൽക്കുന്നതാണ്. അത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഉബയ്യ തങ്ങൾ മറുപടി പറഞ്ഞപ്പോ നെഞ്ഞിലൊന്നും ഇളകി കൊടുത്തു വന്നു. എന്തുകൊണ്ടാണ് ഈ ആയത്തുൽ കുർസി ഇത്ര വലിയ മാത്രം? ഖുർആനിലുള്ള ഏറ്റവും വലിയ ആയത്താണോ ആയത്തുൽ കുർസി? നീളം കൂടിയ ആയത്താണോ? അല്ല. നീളം കൂടിയ ആയത്ത് അൽ ബഖറ സൂറത്ത് എടുത്ത് നോക്കി അതിന്റെ അവസാനത്തിൽ കാണാം ഒരു പേജ് ഒരായത്ത്. കടത്തിനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണ്, കടത്തിന്റെ കാര്യങ്ങൾ പറയുന്ന ഒരായത്താണ്, ഒരു പേജ് ഉണ്ട്. അത് ആഴമാണ് എന്ന് പറഞ്ഞില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, ഖുർആനിൽ ആദ്യം ഇറങ്ങിയ ആയത്താണോ അത് ആയത്തുൽ കുർസി? അതുമല്ല. ആദ്യം ഇറങ്ങിയതാണ് ഇഖ്റാ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്, അതല്ലേ ആദ്യം ഇറങ്ങിയത്. അല്ല, അവസാനം ഇറങ്ങി. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോ അവസാനം 5 മക്കളുണ്ടെങ്കിൽ ചിലപ്പമാർക്ക് ചിലപ്പോ ഫസ്റ്റത്തെ കിടാവിനോട് ഭയങ്കര പിരിച്ചായിരിക്കും. കടഞ്ചല്ല എന്താ പറയുക, ഫസ്റ്റത്തെ കിടാവ് അല്ലെ. ചില ആളുകൾക്ക് ലാസ്റ്റത്തെ കിടാവിനോട് ഭയങ്കര പിരിച്ചായിരിക്കും. ലാസ്റ്റത്തെ അവിടെ കൊണ്ടാടത്തിൽ കളിച്ചെന്ന് പറഞ്ഞാൽ അപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ആയത്താണോ ആയത്തിനെ കുറിച്ച്? അതുമല്ല. ലാസ്റ്റ് ഖുർആനിൽ ലാസ്റ്റ് ഇറങ്ങിയ ആയത്തെ അറിയുന്നത് അൽ ബഖറ സൂറത്തിന്റെ 282 ആയത്താണ്. واتقوا يوما ترجعون فيه ثم توفى كل نفس بما كسبت എന്ന ആയത്താണ് അവസാനം അൽ ബഖറ സൂറത്തിന്റെ 282 ആയത്തോ അവസാനം ഇറങ്ങിയ ആയത്ത്. ഇത് അവസാനം ഇറങ്ങിയതാണോ? അതല്ല. നമ്മൾ ഇപ്പൊ ഖുർആൻ ഇങ്ങനെ തുറന്നു നോക്കുമ്പോ ആദ്യം കാണുന്ന ആയത്താണോ ഇത്? ആദ്യം കണ്ടത് ഖുർആൻ തുറന്നു നോക്കുമ്പോ ഫാത്തിഹ. ലാസ്റ്റ് ഇതല്ല ഫുലാഹുനാസ്. അപ്പൊ അതൊന്നും അല്ല. ഇത് ഇടയിലുള്ള 255 ആയത്താണ് ആയത്ത് കുറിച്ച് അല്ലെ. 255 ആയത്തോ 50ന്റെ സംതിങ് ഉള്ള ആയത്താണ് ആയത്തുൽ കുർസി. എന്തുകൊണ്ട് അത്രയും വലിയ മഹത്വം ഈ ആയത്തുൽ കുർസിയിൽ ഒതുങ്ങിയിട്ടുണ്ട്? അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ആയത്ത് നമ്മൾ പറഞ്ഞത്, അതിന് ഒരാൾ നിസ്കാരത്തിന്റെ ശേഷം പതിവാക്കിയാൽ ലാ യംനഉഹാ മിൻ ദുഖൂലിൽ ജന്ന ഇല്ലൽ മൗത്ത്, പിന്നെ അയാൾക്ക് സ്വർഗത്തിൽ കടക്കാൻ പിന്നെ വേണ്ടത് എന്താ? അയാൾ മരിച്ചു കിട്ടിയാൽ മതി. അയാൾ സ്വർഗത്തിലെത്തും. അത്രയും പോരാ.
എത്രയോ മഹത്വങ്ങൾ ഈ ആയത്തിനെ കുറിച്ച് സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. ഒരു വീട്ടുകാരൻ ഒരു വീട്ടിൽ വെച്ച് ഈ ആയത്ത് ഒരാൾ ഓതിയാൽ ആ വീടിന്റെ കാവലാണ്, ആ വീട്ടുകാർക്ക് കാവലാണ്, ആ വീടിന്റെ അയൽവാസിക്ക് കാവലാണ്, അയൽവാസിയുടെ അയൽവാസിക്ക് കാവലാണ്, ആ വീടിന്റെ പരിസരങ്ങളിലുള്ള എല്ലാ വീടുകൾക്കും കാവലാണ്. ആര്? ഒരാൾ ഓതി ആയത്തുൽ കുർസി. എന്റെ വീട്ടിൽ വെച്ച് ഞാനൊരു ആയത്തുൽ കുർസി ഓതിയാൽ എനിക്ക് മാത്രമല്ല എന്റെ വീട്ടുകാർക്കും കാവലുണ്ടാവും, എന്റെ അയൽവാസികൾക്കും അയൽവാസികളുടെ അയൽവാസികൾക്ക് എല്ലാവർക്കും കാവലായിരിക്കും ഈ ആയത്തുൽ കുർസി. അത്ര വലിയ പവറാണ്. അതുകൊണ്ടാണ് നമുക്ക് മുമ്പെല്ലാം കള്ളമാരെല്ലാം പുറത്ത് കക്കാൻ വേണ്ടി വന്നാലും ചിലപ്പോൾ കക്കാൻ വേണ്ടി വന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. അയാൾ ഏത് ഭാഗത്തിൽ കടക്കേണ്ടേ, കടന്നിട്ട് ഉള്ളിലെത്തിയാൽ ഇത്ര ചരിത്രമുണ്ട്. ഉള്ളിലെത്തിയിട്ട് പുറത്തു വരാനുള്ള വഴി കാണുന്നില്ല. കള്ളം ഉള്ളിൽ കയറി പുറത്തു വരാനായിരുന്നില്ല. എന്താ ഇതൊക്കെ കാരണം? അള്ളാഹുവിന്റെ പ്രത്യേകമായ ആയത്തുൽ കുർസി ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ഒരു വീട്ടിൽ ഒരു ആയത്തുൽ കുർസി ഓതിയാൽ പിന്നെ 30 ദിവസക്കാലം ആ വീട്ടിലേക്ക് ശൈത്താൻ കടക്കൂല. സയ്യിദാണ് ഒരു വീട്ടിൽ ഒരാൾ ഒരു ആയത്തുൽ കുർസി ഒരു ദിവസം ഓതിയാൽ പിന്നെ 30 ദിവസക്കാലം ആ വീട്ടിലേക്ക് ശൈത്താൻ കടക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമുക്കുണ്ടോ ആ വിശ്വാസം? നമ്മുടെ വീടിന്റെ ഇതിന് ഒരാളുണ്ടാവും, തകട് തൂക്കിയിട്ടുണ്ടാവും, കുപ്പി തൂക്കിയിട്ടുണ്ടാവും, എല്ലാം തൂക്കിയിട്ടുണ്ടാവും. ചോദിച്ചാൽ പറഞ്ഞു, അത് ശൈത്താൻ കിടക്കുന്നതിന് വേണ്ടിയിട്ട് കെട്ടിയത്. ശൈത്താൻ കിടക്കുന്നത് ഏറ്റവും വലിയ ശൈത്താൻ ഓരോ പരക്കാരൻ നിസ്കരിക്കാത്ത മനുഷ്യൻ ശൈത്താൻ. തീരെ ജീവിതത്തിൽ നിസ്കാരമില്ല. വെള്ളിയാഴ്ച മാത്രമല്ല നിസ്കാരം, ചില ആളുകൾക്ക് പെരുന്നാളിന് മാത്രം നിസ്കാരം, ചില ആളുകൾക്ക് അതുമില്ല, വലിയമായി വന്നില്ല, നിസ്കാരം എന്താണെന്ന് അറിയില്ല. എന്നിട്ട് ഓനാണ് ഓന്റെ വീടിന്റെ തകടും കുപ്പിയാണ് ഇങ്ങനെ തൂക്കി വെച്ചത്. കാണാനല്ല, അതിന്റെ ആ ഒരു ചിട്ടയോടെ അതിന്റെ നിയമത്തോടെ ആ പണിയെടുക്കുന്ന ആളുകളുണ്ട്, നല്ലതാണ്. പക്ഷെ ഇതാനല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു ചൂഷണം പോലും ചെയ്യാത്ത സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലെ, വിമർശകരില്ലാത്ത ഉസ്താദാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ. അങ്ങനത്തെ ഒരു ഉസ്താദ് വേണ്ട, അങ്ങനെയുള്ള ഒരു ഗുരു വേണ്ട. ഒരു വിമർശനവും ചെയ്യപ്പെടാത്ത റസൂലുള്ളാഹിയാണ്. ആ റസൂലുള്ളാഹിയാണ് പറയുന്നത്, നിന്റെ വീട്ടിൽ നീ ആയത്തുൽ കുർസി ഓതിയാൽ 30 ദിവസം നിന്റെ വീട്ടിലേക്ക് ശൈത്താൻ കടക്കൂല. പിന്നെ ഒരു തകടിന്റെ ആവശ്യമില്ല, കുപ്പിന്റെ ആവശ്യമില്ല. അതാണ് ഏറ്റവും വലിയ കാവല്. പക്ഷെ ആ ഉസ്താദിന്റെ വാക്കിന് നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ളതല്ല, തട്ടിപ്പ് നടത്തുന്ന ആരൊക്കെ ഉണ്ട്, അവർ പറഞ്ഞ ഭയങ്കരമാണ്. അത് നമുക്ക് ഭയങ്കര, അതിന് നമ്മൾ അതിന്റെ ബാക്കിൽ കൂടും, അതിന്റെ ബാക്കിൽ വായും, അതിന് വേണ്ടി കഷ്ടപ്പെടും, എല്ലാം ചെയ്യും. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിൽ നമുക്ക് വളരെ സത്യവത്തായി ഹക്കിന്റെ രൂപത്തിൽ ദീൻ പഠിപ്പിച്ചു തന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിൽ നമുക്ക് ഈമാൻ കുറവാണ്, വിശ്വാസം കുറവാണ്, അല്ലെ. ഇത്രയും വലിയ പവറുള്ള, ഇത്രയും വലിയ നേട്ടമുള്ള പരിശുദ്ധമായ ആയത്തുൽ കുർസി നിസ്കാരത്തിന് ശേഷം ഓതിയാലും ഏത് സമയത്ത് ഓതിയാലും അതിന് വലിയ പവറാണ്. എന്തുകൊണ്ട്? 6666 ആയത്തുള്ള ഖുർആനിന്റെ ആയത്തുകളുടെ റഈസാണ്, പ്രസിഡന്റാണ്, നേതാവാണ് ആയത്തുൽ കുർസി. അത്രല്ല, അതിന്റെ മാത്രം പിന്നെ എത്ര പഠിച്ചാലും ബാക്കിയുള്ള ആളുകൾക്കല്ലാതെ ഓതാൻ കഴിയില്ല. റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു, ലാ യുവാദിഹുഹാ ഇല്ലാ സുദ്ദീഖുൻ ഔ ആമിലുൻ, ഒരു സുദ്ദീഖായ മനുഷ്യനിക്കല്ലാതെ, ഒരു ആമിലായ മനുഷ്യനിക്കല്ലാതെ ആ ആയത്തുൽ കുർസി പതിവാക്കാൻ കഴിയൂല. ശൈത്താൻ നമ്മളെ വിടൂല. നമുക്ക് കിടന്നൊക്കെ വന്നുമ്പോ ഒരു ആയത്തുൽ കുർസി ഓതണമെന്നാണ് നമ്മുടെ മനസ്സിലുണ്ടാവും, പക്ഷെ ഓതാൻ കഴിയുന്നില്ല, മറന്നിട്ടുണ്ടാവും. ശൈത്താൻ ഭയങ്കര പണിയെടുക്കും. കാരണം റസൂൽ പറഞ്ഞതാണ്, എല്ലാ ആളുകളെ കൊണ്ട് അത് ഓതി തീർക്കാൻ പറ്റുന്നതല്ല. ആയത്ത് ചെറുതാണ്, ഒരു 1/2 മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ആമിലീങ്ങൾക്കല്ലാതെ, സിദ്ദീഖീങ്ങൾക്കല്ലാതെ ജീവിതത്തിൽ അത് പതിവാക്കാൻ പറ്റൂല. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വിഷയങ്ങളാണ്. അപ്പൊ വളരെ അർത്ഥവത്തായി നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരിക്കലും, പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ ശേഷം അത് ഒഴിവാക്കാനേ പാടില്ല. എല്ലാ നിസ്കാരങ്ങളുടെ പിന്നിലും അത് ഓതിയാൽ, അത് ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ്, അതുകൊണ്ട് നമുക്ക് ഈമാനോടുകൂടി മരിക്കാൻ കഴിയും. മരിച്ചാൽ സ്വർഗത്തിലെത്തിപ്പെടാനും നമ്മെ ആയത്തുൽ കുർസി സഹായിക്കും. ആ പരിശുദ്ധമായ ആ റഈസ് ആയത്തുൽ ഖുർആനിൽ ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയ ആയത്തുൽ കുർസി കാരണം റബ്ബേ അവസാനം മരിക്കുന്ന സമയത്തും ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട്
രഹസ്യമായി തെറ്റുകൾ കുറ്റങ്ങൾ അറിഞ്ഞ് അറിയാതെ രഹസ്യമായി പരസ്യമായി ചെറുത് വലുത് വ്യത്യാസമില്ലാതെ ധാരാളം ചെയ്തു പോയ അടിമകളാണ് റബ്ബേ. നിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ ചെയ്ത പാപങ്ങൾ റബ്ബേ ഞങ്ങൾക്ക് നീ പൊരുത്തു തരണേ അല്ലാഹ്. നീ മാപ്പ് ചെയ്തു തരണേ റഹ്മാൻ. നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും മരണാനന്തര ജീവിതവും എല്ലാം റബ്ബേ നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാഹ്. നിന്റെ നോട്ടമുള്ളതാക്കി തരണേ റഹ്മാൻ. എത്രയോ ആളുകൾ പല രൂപത്തിലുള്ള ഹലാലായ മുറാദുകൾ പറഞ്ഞ് വസിയത്ത് ചെയ്തവരാ. ഓരോരുത്തരുടെ ഹലാലായ മുറാദുകൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. ശാരീരികമായി പലവിധ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് റബ്ബേ. വൈശാലികമായ സിഹറുമാണ് ഏറ്റ ആളുകളുണ്ട്. കണ്ണേറിൽ കുടുങ്ങിയ ആളുകളുണ്ട് അല്ലാഹ്. എല്ലാ കണ്ണേറും സിഹറും ശൈത്താനും റബ്ബേ ആയത്തുൽ കുർസി കാരണമായി നീ ബാത്തിലാക്കണേ റബ്ബേ. നീ ബാത്തിലാക്കണേ അല്ലാഹ്. സർവ്വവിധ ശൈത്താന്മാരുടെ ശരീരത്തിന്റെ സലാമത്ത് നൽകണേ റബ്ബേ. എത്രയോ ആളുകൾ വീടുകളിൽ പൈശാചികമായ ബുദ്ധിമുട്ട് പറയുന്ന ആളുകൾ, കച്ചവടത്തിൽ ശൈത്താനിയത്ത് കുടുങ്ങിയിട്ട് വലിയ ബേജാറായ ആളുകൾ, പടച്ചവന് പല രൂപത്തിൽ സിഹർ കൊണ്ട് അടങ്ങേറായ ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് പടച്ചവന്. ഏത് ശൈത്താനായാലും സിഹറായാലും പടച്ചവനെ നിന്റെ കുതിരത്തിന് തോൽപ്പിക്കാൻ ഒരു ശൈത്താനും കഴിയൂല റബ്ബേ. യാ അല്ലാഹ്, ആയത്തുൽ കുർസി നമ്മിലേക്ക് ഏൽപ്പിച്ചു തന്ന അല്ലാഹ്, ആ ആയത്തുൽ കുർസിയുടെ ഫദ്ൽ കൊണ്ട് എല്ലാ സിഹറും കണ്ണേറും നീ മാറ്റിയാക്കണേ റഹ്മാൻ. നാം ചെയ്യുന്ന ജോലി എത്രയോ ഈ സദസ്സിലുള്ളവരിലും നമ്മുടെ നാട്ടുകാരിലും നാട്ടിലും ഗൾഫിലുമായി പല രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ജോലി ചെയ്യുന്ന ആളുകൾ, എല്ലാവരുടെ കച്ചവടത്തിലും ജോലിയിലും വിചാരിച്ചതിനേക്കാൾ വലിയ സന്തോഷം നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ റബ്ബേ. ഗൾഫിൽ ചെന്ന് അധ്വാനിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ സഹോദരന്മാർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘ ആയുസ് നൽകണേ റബ്ബേ. എത്രയോ ആളുകൾ പടച്ചവനെ ഇന്നും പടച്ചവനെ ദൂരമുള്ള നാട്ടിലേക്ക് യാത്ര ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ സദസ്സിലുണ്ട്. യാത്രയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. പടച്ചവനെ എല്ലാ രൂപത്തിലും നാട്ടിലുള്ള കുടുംബങ്ങൾക്ക് നിന്റെ പ്രത്യേകമായ ഹിഫ്ളും മദദും ഹിമായത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ ഖബറും സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على